മുടി തിന്നായതിൻ്റെ പേരിൽ കഷൻ്റെ ആവുന്നതിൻ്റെ പേരിൽ കുറേ പേര് കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അധിക പേരും ഏതെങ്കിലും കമ്പനിയുടെ ബയോട്ടിൻ ഗമ്മി കഴിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇത്രയും കാലം കഴിച്ചു. പിന്നെ മറ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ലൈക്ക് മിനോക്സിഡിൽ ആൻഡ് ഫിനാസ്ട്രൈഡ് ഓറൽ മെഡിക്കേഷൻ, ഇത് രണ്ടാണല്ലോ ഒരു USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതായത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ. പക്ഷേ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മളൊരു മുടി കൊഴിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ ബയോട്ടിൻ എടുത്ത് കഴിക്കുക, ബയോട്ടിൻ ഗമ്മി എടുത്ത് കഴിക്കുക, ന്യൂട്രസ്യൂട്ടിക്കൽസ് നീ കഴിക്കുക എന്നുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ ഒരു ഹെയർ ആയിട്ട് റിലേറ്റഡ് ആകുമ്പോൾ ഈ ന്യൂട്രസ്യൂട്ടിക്കൽസ് കമ്പനീസ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണ്ടിയില്ല, നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു റിസൾട്ടുള്ളൊരു നല്ലൊരു കാര്യം ഒരിക്കലും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിലുള്ളൊരു കാര്യമാണ്. അതേസമയം ഒരു ഉപകാരമില്ലാത്ത ഇതുപോലുള്ള, ഉപകാരമില്ലാന്നല്ല കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ മണി മേക്കിംഗ് സാധനങ്ങൾ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ലാത്തൊരു നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയോ കമ്പനീസ്, ഈവൻ എനിക്ക് തന്നെ ചില മെയിൽസ് വരാറുണ്ട് യൂട്യൂബിൻ്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ അത് ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ പറഞ്ഞ ഇത്ര കാശ് തരാമെന്നുള്ളത്. ഞാനിത് മൈൻഡാക്കാറില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റ, ഇത് ഈ കാര്യത്തിലുള്ള എല്ലാ മരുന്നുകളും ഒരു മെഡിക്കേഷനായിട്ട് നിങ്ങൾ വാങ്ങാം, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5% അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ രീതിയിൽ ഒരിക്കലും അതൊരു ഫാർമ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ആക്റ്റീവ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആയിരിക്കില്ല, ന്യൂട്രസ്യൂട്ടിക്കൽസ് ആയിരിക്കും. അതിനൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മെഡിക്കേഷൻ സ്ട്രെങ്ത്തുള്ള സാധനം ഇതുപോലെ മാർക്കറ്റ് ചെയ്യാനോ പ്രിസ്ക്രൈബ് ചെയ്യാനോ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എന്ന് പറയാം, കുറച്ച് ബയോട്ടിൻ, സിങ്ക്, കോപ്പർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വിൽക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മളൊരു പരസ്യം കാണാറില്ലേ, നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ മതിലിൻ്റെ പുറത്ത് ഇൻസ്റ്റ, മെറ്റ എല്ലാവരും കേൾവിക്കാരായിട്ട് പിന്നെ മൊത്തം അതിനെക്കുറിച്ചുള്ള ആഡ്സ് ആയിരിക്കും നിങ്ങളുടെ ഫീഡ്സ് മൊത്തം വരാൻ. അതുപോലെയാണ് ആൾക്കാർ പെട്ടുപോകാൻ. അതിൽ എത്രയോ പേര് സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതൊരു ടീയിൽ വെച്ച് തുടങ്ങുന്ന ഒരു കമ്പനിയുടെ ഒരു പരസ്യം ആണ്. അവർ മിനോക്സിഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കുത്തുന്ന പോലെയാണ്. മിനോക്സിഡിൽ ഇവിടെ തലയിൽ ഉപയോഗിക്കുന്ന പാവം ഒരു സൊല്യൂഷനാണ്, എണ്ണ വേണമെങ്കിൽ പറയാം. അതിനൊരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിച്ചിട്ട്, അത് തന്നെയാണ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ തന്നെ PRPയോ GFCയോ ഇതുപോലുള്ള ആനനെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു നീഡിൽ കൂടെ നമ്മൾ ഒരിക്കലും ഇഞ്ചക്ട് ചെയ്യില്ല. അത് ആൾക്കാരെ ഒരു പേടിപ്പിക്കുക, ആ ഒരു അർത്ഥത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നല്ല റിസൾട്ടുള്ള സാധനത്തിന് ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബയോട്ടിൻ ഗമ്മീൻ്റെ ഒരു കോസ്റ്റ് ആവറേജ് ഒരു 15 മുതൽ 25 വരെ ഉണ്ടാവും റുപ്പീസ് പെർ ക്യാപ്പ് ഓർ പെർ ടാബ്. അതേസമയം ഫിനാസ്ട്രൈഡ് ടാബ്ലറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5 rupees തൊട്ടിട്ട് 10 rupees ആണ് അതിന് വരാൻ. ഇതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഫിനാസ്ട്രൈഡിൻ്റെ റിസൾട്ട് ഒരു 10 വെച്ചിട്ട് ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ബയോട്ടിൻ ഗമ്മിയുടെ റിസൾട്ട് 1 or 2 അത്രേ പറയാനുള്ളൂ. പക്ഷേ ആൾക്കാരിൽ കുറേ ഫിലിംസ്, ഇൻഫ്ലുവൻസേഴ്സും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പരസ്യത്തിൻ്റെ അതിപ്രസരം കാരണം ഈവൻ എത്രത്തോളം സങ്കടകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഫിനാസ്ട്രൈഡ് അതിന് കൂടെ ഇനീഷ്യലി നമ്മളൊരു ആദ്യത്തെ 3 മാസം ഞാൻ കൊടുക്കാറുണ്ട്. ഒരു മുടി ഷെഡൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ന്യൂട്രീഷനൊക്കെ വേണ്ടി ഉണ്ടാവുമല്ലോ, ഫുഡൊന്നും അത്ര ഡയറ്റ് ഒന്നും അത്ര നല്ലതല്ലെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസം നിങ്ങളിത് എടുത്തോളൂ. ഇനി എടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ 3 മാസം എഴുതിയ ബയോട്ടിൻ ടാബ്ലറ്റ് 1 വർഷം എടുത്തിട്ടുണ്ടാവും, 1 വർഷം എഴുതിയ ഫിനാസ്ട്രൈഡ് ടാബ്ലറ്റ് എടുത്തിട്ടേ ഇല്ല. കാരണം ഏതോ ഒരു യൂട്യൂബിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസർ, അതല്ലെങ്കിൽ അപ്പുറത്തെ അയൽവക്കത്തെ ചേട്ടൻ അല്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചി ആരോ പറഞ്ഞ അതിനെ കൊണ്ട് സാധനം അടിച്ചു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് പേഷ്യൻ്റ് ലാംഗ്വേജ് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണ് ആൾക്കാരത് തീരെ യൂസ് ചെയ്യുന്നുമില്ല. അത് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പറയാനുള്ളൊരു കാരണം, നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് ഒരു റൂമിൽ ഒരാളോട് പറയുന്നത് കൺവേ ചെയ്യുന്നൊരു കാര്യം ആ ഒരു ജിസ്റ്റ് ഓഫ് സെക്കൻഡ്സ്, ഒരു 1 or 2 minutes, മാക്സിമം 5 to 10 minutes നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കാണുന്നത് മൊത്തം കുറേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, മില്യൺ ഫോളോവേഴ്സൊക്കെ ഉണ്ടാവും. കാരണം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കൂ, ഈ ബ്രാൻഡ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. എൻ്റെ ഫോളോവേഴ്സ് കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ, വ്യൂവേഴ്സ് കുറേ ഉണ്ട്. പക്ഷേ അതല്ല നമ്മളൊരു ഉദ്ദേശം. ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ പേഷ്യൻസ്
മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് സംസാരിക്കുന്നതല്ല, എത്രയോ കാലങ്ങൾ ഇപ്പോൾ മറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കേൾക്കൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചാൽ ഇങ്ങനെയാവും, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് വരും, അങ്ങനെയുള്ള പേഷ്യൻ്റും ഉണ്ട്. മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞിട്ട് അതൊരു ഉപയോഗിച്ചു 1-2 വർഷം ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ അടിപൊളി വന്നതാണ്. പിന്നെ അവർ വേറെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ മൊത്തം പോയിട്ട് വെച്ച മുടി മാത്രം അവിടെ ഉണ്ട്, ബാക്കിയൊക്കെ പോയിട്ട് വന്നിരിക്കുക. ഞാൻ ചോദിക്കും പറഞ്ഞാൽ അത് ഒരു ഫ്രണ്ട് പറയുന്നു മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി അറ്റാക്ക് വരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഫ്രണ്ട് പറഞ്ഞത് എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചോടെ, കാരണം ആൾക്കാർക്ക് ആ ഒരു, കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അതിനെക്കുറിച്ച്. എനിക്കിപ്പം എൻ്റെ മിനോക്സിഡിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അയാൾ വേറെ ഇടന്നോ ഉപയോഗിച്ചിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിയർ പ്രഷർ, മറ്റുള്ളവരെല്ലാവരും പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു എന്താണ് മിസ്ഇൻഫർമേഷൻ്റെ ഫ്ലഡ്. അതുകൊണ്ടാണ് നമ്മളൊരു ജെന്യുവിനായിട്ടുള്ള ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യാന്നുള്ളത്. ഇതാരും പറയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോട്ടിൻ ഇങ്ങനത്തെ ഉള്ള ഒരു ടാബ്ലറ്റ് അത് ഒരു 10-20 റുപ്പീസ് കച്ചവടം നടക്കേണ്ടത് ഒരു ഫിനാസ്റ്റൈഡ് പോലെ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ 1-2 മാസം ഉപയോഗിച്ചാൽ പിന്നെ അതൊരിക്കലും വേണ്ടിയില്ല, വളരെ ചുരുങ്ങിയ ചിലവിൽ. കാരണം ഇതൊരു മെഡിക്കൽ ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് അധികം കൂട്ടാനും കഴിയില്ല. അപ്പോൾ പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചോദിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നേ ഉള്ളൂ. ഈ ഫിനാസ്റ്റൈഡ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അമിത വളർച്ച അത് തടയാൻ വേണ്ടിയിട്ട് 5 mg/day ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചില പേഷ്യൻസ് പറയും എൻ്റെ അപ്പാപ്പന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് ഒരു ഗുളിക കൊടുത്തതിന് ശേഷം കഷണ്ടി ആയിരുന്നു മുടിയൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി. കാരണം നമ്മളൊരു ചെറിയ ഡോസ് കൊടുക്കുന്ന അതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് കൊടുക്കുന്നുണ്ടാവാൻ. അപ്പോൾ അതുകൊണ്ട് വരുന്ന സൈഡ് ഇഫക്റ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ മീഡിയാസും ന്യൂസ് പോർട്ടൽസും ബ്ലോഗേഴ്സും എല്ലാം തന്നെ മുടി കൊഴിച്ചിൽ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ട് ഈ പ്രശ്നങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ന്യൂസ്. അതേ മരുന്ന് തന്നെ 10 times പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ന്യൂസ് വരില്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് കൊടുക്കുന്ന മരുന്നിനെ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാതെ ന്യൂസ് വരില്ല. കാരണം അതിന് ന്യൂസ് വാല്യൂ ഇല്ല, കാരണം അതൊന്നും ആൾക്കാർ അങ്ങനെ നോക്കുന്നതല്ല. പക്ഷെ മുടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സെർച്ച് വരുന്നതാണ്. ഒരാളതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ കുറേ പേര് വായിക്കാനുണ്ടാവും. അതല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള പല കമ്പനീസും ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള ഒരു മിസ്ഇൻഫർമേഷൻസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്തിട്ട് നന്നാവേണ്ടത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൂടുതലായിട്ട് ന്യൂട്രസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നതിലേക്ക് മാറുന്നതും കണ്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറക്കുകയാണ്, ബക്കറ്റിന് ഹോൾസ് ഉണ്ട്, ഒരു ദ്വാരമുണ്ട്, നിങ്ങളതിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ആ ദ്വാരം അടച്ചിട്ടില്ല. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങൾ എത്ര ഒഴിച്ച് കഴിഞ്ഞാലും അതിൽ പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വെള്ളമാണ് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ബയോട്ടിൻ ഗമ്മീസൊക്കെ. അത് ദ്വാരമടക്കുന്ന പ്രോസസ്സാണ്. ഡോക്ടറോട് പോയി കൺസൾട്ട് ചെയ്തിട്ട് അവർ ഫിനാസ്റ്റൈഡ് മറ്റു പോലെങ്കിലുള്ള ആ ഒരു തിന്നിങ്ങിൻ്റെ പ്രോസസ്സ് കഷണ്ടിൻ്റെ കാരണം എന്താണ് തീർത്ത് തരുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 300-400 അത്രയാണ് ഡോക്ടറെ കൺസൾട്ടേഷൻ ഫീ വരുന്നത്. അതൊന്ന് കളഞ്ഞിട്ട് ഡോക്ടർ പോയി എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ബയോട്ടിൻ ഗമ്മി, കാരണം ഒരു ബയോട്ടിൻ ഗമ്മി 20 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 10 ദിവസത്തേക്ക് 200, മാസത്തിലേക്ക് ഒരു 600-ന് മേലെ വരും അത് ആ ഒരു ടാബ്ലറ്റ്. അതൊരു ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു എന്താണ് എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, എന്താണ് എനിക്ക് വേണ്ടത്, എത്ര കാലം എടുക്കണം, എത്ര കാലം കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കുറേ മനസ്സമാധാനം കിട്ടുകയും ചെയ്യും, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബയോട്ടിൻ ഗമ്മീസ് ഒരിക്കലും കഷണ്ടിക്കുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. എന്തെങ്കിലും ന്യൂട്രീഷൻ കുറവുണ്ടെങ്കിൽ അത് ബയോട്ടിൻ സാധാരണയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വളരെ റെയറാണ്. നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ മുട്ടയിൽ മറ്റേതൊക്കെ കുറേ ഉള്ളതാണ് സംഭവം. ഈ പറഞ്ഞ ഈ ഫുഡിലൊക്കെ ബയോട്ടിൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഡെഫിഷ്യൻസി ഒരിക്കലും ഉണ്ടാവാറില്ല. ബയോട്ടിൻ ഹെയറിന് വേണ്ട തന്നെയാണ്. അപ്പോൾ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഹെയറിന് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് കോമൺ ആയിട്ട് കാണുന്ന കാര്യമല്ല. അത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബയോട്ടിൻ അത്ര വേണ്ടതില്ല, 10 mg ഒക്കെ ഉള്ളതുണ്ട്. അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ബുദ്ധിമുട്ട്, ഓവർ ടോക്സിറ്റി അങ്ങനത്തെ വിഷയങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കമ്പനീസൊക്കെ റീസെൻ്റ്ലി ആയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കുന്നുമുണ്ട്, മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ബയോട്ടിൻ ഗമ്മി കൂടുതൽ കഴിക്കുന്നവരിൽ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത്, ഒരു മൈക്രോബയോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ലാബ് നടത്തുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററിൻ്റെ അടുത്താണ്, അവർക്ക് എപ്പോഴും അവിടെ നിന്ന് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഒരു 5-10 വർഷം മുമ്പാണ് സംഭവം. അപ്പോൾ അത് എല്ലാവർക്കും ഈ ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും എല്ലാം തന്നെ ഭയങ്കര കൂടുതലാണ്. ഒരിക്കലും നോർമൽ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ബയോട്ടിൻ കഴിക്കുന്നുണ്ട്. ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ മിക്ക ലാബിലുകളിലും നമ്മൾ അതിൻ്റെ ടാഗ് ചെയ്യാൻ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇതാണ് തൈറോയിഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിങ് ടൈം, അങ്ങനെ പല ടെസ്റ്റുകളുടെയും
ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പം പേഷ്യൻ്റ് ഓൾറെഡി ബയോട്ടിൻ ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ബ്ലഡിൽ ഉണ്ടാവുകയും ഈ ടെസ്റ്റ് റിസൾട്ട് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റിസൾട്ട് കിട്ടില്ല. അതിൻ്റെ ഭാഗമായി പല ലാബുകളും പല മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ബയോട്ടിൻ ഇല്ലാത്ത രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അമേരിക്കൻ അക്കാഡമി, ജേർണൽ ഓഫ് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എഡിറ്റോറിയൽ വരികയുണ്ടായി ബയോട്ടിൻ ഈ ടാബ്ലറ്റ്സ് ഇതിൻ്റെ കണ്ടന്റിനെ കുറിച്ചുള്ള ഈ പ്രശ്നങ്ങൾ, അതായത് ലാബ് ടെസ്റ്റുകൾ അബ്നോർമലായി വരുന്നു, അതേസമയം തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇത്രയും 10 മില്ലിഗ്രാമോ 5 മില്ലിഗ്രാമോ ഒന്നും ആവശ്യമില്ല, മൈക്രോ മില്ലിഗ്രാം ആ രീതിയിലേക്കുള്ള മൈക്രോഗ്രാമിലേക്ക് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പല കമ്പനീസും ഇപ്പോൾ അത് ഡോസ് കുറയ്ക്കുകയുണ്ടായി. നിങ്ങൾ കണ്ട ബയോട്ടിൽ 10 മില്ലിഗ്രാം ഇന്നലെ എടുത്ത് ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ആകെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ചില വേരി ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പം അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ട്രോപ്പോണിൻ പോലുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ചേഞ്ച് വന്നാൽ വേണ്ടാണ്ട് കുറേ ഓടി നടക്കേണ്ടി വരും. ഈ ചിലപ്പോൾ ഈ കഴിച്ച ബയോട്ടിനായിരിക്കും പ്രശ്നം, അതിൻ്റെ റിസൾട്ട് തെറ്റാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഭക്ഷണം റെഡി അല്ലെങ്കിൽ ഓക്കെ, ആദ്യത്തെ 1, 2, 3 മാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ന്യൂട്രസ്യൂട്ടിക്കൽസ് വേണമെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇനി നിങ്ങൾ കോസ്റ്റ് വിഷയമാണ്, അത് എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഡോക്ടേഴ്സ് പൊതുവേ പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് പറയും. ആവശ്യമുള്ള മിനോക്സിഡിൽ അല്ലെങ്കിൽ ഫിനാക്സിഡിൽ പോലെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു മുടി തിന്നാവുന്നതിന് ബയോട്ടിൻ ഗമ്മി മാത്രമായിട്ട് നിങ്ങൾ പരീക്ഷിക്കരുത്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് എൻ്റെ അസുഖം എന്താണ്, ഈ കഷണ്ടി തന്നെയാണോ, അല്ല സാധാ മുടി കൊഴിച്ചിലാണോ, അല്ലെങ്കിൽ പുഴുനടപ്പാണോ, അതല്ലെങ്കിൽ സ്കാറിങ് അലോപേഷ്യ കാരണം മുടി പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ട് തീരുമാനമാക്കിയതിന് ശേഷം അതിൻ്റെ ഉപദേശം തേടുക. അപ്പോൾ പിന്നെ എപ്പോഴും ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതൊക്കെ ലോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, ഡോക്ടേഴ്സ് ആ രീതിയിൽ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുളിക മാത്രം ആയിരിക്കില്ല, മറ്റ് PRP, GFC, ഡ്യൂട്ടാസ്റ്റൈഡ്, മീസോതെറാപ്പി, എക്സോസോംസ്, മറ്റ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കാശ് ചിലവാക്കുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു എഫിക്കേഷ്യസ് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ബയോട്ടിൻ ഗമ്മി ഒരിക്കലും കഷണ്ടിക്ക് പരിഹാരമല്ല.